ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ വിശ്വസിക്കില്ല. ഞാനും ആദ്യം വിശ്വസിച്ചില്ല, പക്ഷേ അവസാനം വിശ്വസിക്കേണ്ടി വന്നു. ശരിക്കും അവിശ്വസനീയം. ഇതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. ഞാൻ ഷിബു ഹർഷൻ. എല്ലാവർക്കും മെഡിക്കൽ ടെക്നോളജി അവയർനെസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാം അശ്രദ്ധയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതിന് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ശ്രദ്ധയോടെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ അറിഞ്ഞ വാർത്ത മലയാളം പത്രമാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർക്കും ഇത് പുതിയ അറിവായിരുന്നു. പതിയിരിക്കുന്ന അപകടം മനസ്സിലായപ്പോൾ നിങ്ങളെയെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തോന്നി. നിങ്ങൾ ആരും ചിന്തിക്കാത്ത ഒരു വിഷയം, അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു സാധനം. നമ്മളെല്ലാം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ, അവനാണ് കഥയിലെ വില്ലൻ. നെറ്റി ചുളിക്കേണ്ട, സംഭവം സത്യമാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുണ്ടാകാം. ഇതൊക്കെ അധികം ആരും അറിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയരുത്. ഒരു സംഭവമല്ല, പലതുണ്ട്. അതറിയാനായി ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ ജാഗ്രതാ നിർദ്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും എത്തിക്കുക. ഞാൻ വായിച്ച വാർത്ത നടന്നത് വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ. കഴിഞ്ഞ മാസം, അതായത് സെപ്റ്റംബർ മാസം 14 അരുണാചൽ പ്രദേശിലാണ് ഇത് നടന്നത്. 39 വയസ്സുള്ള ഒരാൾ പല്ല് തേക്കുന്നതിനിടയിൽ എന്നത്തെയും പോലെ നാക്കിന്റെ പുറകുവശം ബ്രഷ് ഉള്ളിലേക്കിട്ട് വൃത്തിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്നത്തെ ദിവസമാണ് ബ്രഷ് വില്ലനായത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വഴുതിയ ബ്രഷ് ഉള്ളിലേക്ക് പോയി. ചെറിയ എന്തെങ്കിലും സാധനം അറിയാതെ ഇറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലാത്തവരാരും നമ്മുടെ ഇടയിൽ കാണില്ല. 15 സെന്റിമീറ്ററെങ്കിലും വലിപ്പമുള്ള വളച്ചാലധികം വളയാത്ത ബ്രഷ് എങ്ങനെ തൊണ്ടയിൽ കൂടി വളഞ്ഞു വയറ്റിലേക്ക് പോയി എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലേ? അതെ, അതാണ് നടന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകളിൽ നിന്നും മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ബ്രഷ് തൊണ്ടയിൽ കുടുങ്ങാതെ ആമാശയത്തിലെത്തിയെന്നാണ്. പിന്നീട് ശസ്ത്രക്രിയയിലൂടെ ബ്രഷ് പുറത്തെടുത്തു. ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നു. നമ്മൾ ഇത്ര നാളും ശ്രദ്ധിക്കാതിരുന്ന ടൂത്ത് ബ്രഷ് അത്ര നിസ്സാരക്കാരനല്ല. അതിന് കാരണമുണ്ട്. ഈ വാർത്ത വായിച്ചപ്പോൾ തന്നെ സത്യാവസ്ഥ അറിയാനായി ഞാൻ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ തിരക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന്. ലോകത്തിന്റെ പല ഭാഗത്തും നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ ടൂത്ത് ബ്രഷ് വിഴുങ്ങിയ സംഭവങ്ങൾ പലതുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. 2012 മെയ് മാസത്തിൽ ഇസ്രയേലിൽ 24 വയസ്സുള്ള യുവതി പല്ല് തേക്കുന്നതിനിടെ അബദ്ധത്തിൽ ബ്രഷ് വിഴുങ്ങി. 2012 നവംബറിൽ ബ്രിട്ടനിൽ 19 വയസ്സുള്ള പെൺകുട്ടി ഇതേപോലെ പല്ല് തേക്കുന്നതിനിടയിൽ കയ്യിൽ നിന്നും തെന്നിയ ബ്രഷ് വിഴുങ്ങി. 2016 മെയ് മാസത്തിൽ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ 5 വയസ്സുള്ള ഒരു കുട്ടി പല്ല് തേക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടൂത്ത് ബ്രഷ് വിഴുങ്ങി. കുട്ടിക്ക് സംഭവത്തിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് ആരോടും പറയാതെ 1 വർഷം കൊണ്ടു നടന്നു. അവസാനം വയറ്റിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും മറ്റസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുവാനും തുടങ്ങി. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ കാരണം കണ്ടെത്തി ഓപ്പറേഷൻ ചെയ്ത് ബ്രഷ് പുറത്തെടുത്തു. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ അപകടത്തിലായേനെ എന്നാണ്. 2018 ഏപ്രിൽ മാസത്തിൽ കെനിയയിൽ 34 വയസ്സുള്ള ഒരാൾ, 2018 ഡിസംബറിൽ ഡൽഹിയിൽ 36 വയസ്സുള്ള ഒരാൾ, ഇവരും പല്ല് തേക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ബ്രഷ് വിഴുങ്ങി. ഇവരുടെ എല്ലാം ആമാശയത്തിൽ നിന്ന് ബ്രഷ് ഓപ്പറേഷൻ ചെയ്തും എൻഡോസ്കോപ്പി വഴിയും പുറത്തെടുത്തു. എല്ലാവരും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് സുഖമായിരിക്കുന്നു. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ 1-2 സംഭവങ്ങൾ പറയാം. 2017 ഡിസംബറിൽ ന്യൂസിലൻഡിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ബ്രഷ് ചെയ്തുകൊണ്ട് പടികൾ കയറിയതാണ്. ആ കുട്ടി കാൽ വഴുതി താഴെ വീണു. വായിലിരുന്ന ബ്രഷ് ഉള്ളിലേക്ക് കയറിപ്പോയി. വളരെ അപകട നിലയിലായ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചു. 2016 ബംഗ്ലാദേശിൽ നടന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. മാനസിക നില തെറ്റിയ ഒരാളുടെ ആമാശയത്തിൽ നിന്നും 18 ടൂത്ത് ബ്രഷും മറ്റു പല സാധനങ്ങളും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. ബ്രഷ് വിഴുങ്ങുന്നത് ഒരു സാധാരണ സംഭവമല്ല, സാധ്യതയുള്ള അസാധാരണ സംഭവമാണ്.
അതുകൊണ്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇനി മുതൽ ടൂത്ത് ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ അല്പം സൂക്ഷിക്കുക. കുട്ടികളെ ബ്രഷ് ചെയ്യാൻ ഫ്രീ ആയി വിടുമ്പോൾ ഒരു കരുതൽ വേണം. ശരിക്കും ഈ സമയത്താണ് പണ്ട് കാലത്ത് നമ്മൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന നാടൻ രീതികളായ മിസ്വാക്ക് ബ്രഷും ഉമിക്കരിയും വേപ്പിൻ കമ്പും മാവിലയും ഒക്കെ എത്രമാത്രം അനുയോജ്യവും സുരക്ഷിതവുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് ഈ കെമിക്കലുകളും പ്ലാസ്റ്റിക്കുകളും ഉപയോഗിച്ചുള്ള പല്ല് വൃത്തിയാക്കൽ രീതി ഉപേക്ഷിച്ച് പഴയ കാലത്തേക്ക്, നമ്മുടെ നല്ല കാലത്തേക്ക് തിരിച്ചു പോകേണ്ട സമയമായി എന്ന് തോന്നുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന പഴഞ്ചൊല്ല് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ നടു ഒടിയാതെ സൂക്ഷിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഇതേപോലെയുള്ള പുതിയ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റിൽ കൂടി അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.